5 വർഷത്തിന് ശേഷമാണ് റെയിൽവേയുടെ ഒരു റേറ്റ് വ്യത്യാസം വന്നിരിക്കുന്നത്. അത് തന്നെ 12 വർഷത്തിലെ ഏറ്റവും ചെറിയ ഹൈക്കാണ് ഇതെന്നാണ് റെയിൽവേ പറയുന്നത്. താരിഫ് വ്യത്യാസത്തിനേക്കാൾ കൂടുതൽ വ്യത്യാസം വന്നിരിക്കുന്നത് തൽക്കാല റിസർവേഷന് ആധാർ നമ്പർ മസ്റ്റാണ്. ആധാർ നമ്പർ കൊടുത്താലേ നമുക്ക് തൽക്കാലം റിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണയായി 500 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ താരിഫ് വ്യത്യാസം അനുഭവപ്പെടുക. അതിൽ തന്നെ 500 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് 0.5 പൈസ, അതായത് 10 കിലോമീറ്ററിന് 5 പൈസയാണ് വ്യത്യാസം സാധാരണ സെക്കൻഡ് ക്ലാസ്സിന് താഴെയുള്ള ടിക്കറ്റിന് വരുന്നത്. മെയില്, എക്സ്പ്രസ് ഇത്യാദികൾക്ക് കിലോമീറ്ററിന് 1 പൈസയും AC-ക്ക് കിലോമീറ്ററിന് 2 പൈസയുമാണ് വ്യത്യാസം വരുന്നത്. ഇങ്ങനെയാണെങ്കിലും മന്ത്ലി സീസൺ ടിക്കറ്റുകൾക്ക് റേറ്റ് വ്യത്യാസം വരുന്നില്ല. അതുപോലെ സബർബൻസ്, അതായത് മെമു, ഡെമു ഇത്യാദി സംഗതികൾ, ഇതുകൾക്കും ടിക്കറ്റിന് റേറ്റ് വ്യത്യാസം അനുഭവപ്പെടില്ല. ഇത്രയുമാണ് ജൂലൈ 1 തൊട്ടുള്ള താരിഫ് വ്യത്യാസങ്ങളെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായത്. ഇതോടൊപ്പം വേറൊരു കാര്യം നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം. കാരണം റെയിൽവേ റേറ്റ് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും KSRTCയും അതിൻ്റെ ചുവട് പിടിച്ച് പ്രൈവറ്റ് ബസ്സും റേറ്റ് കൂട്ടാനും ഒരു സാധ്യതയുണ്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ.